ുള്ള എത്രയോ വീടുകൾക്ക് അല്ലാഹു തആല ഒരു സത്യവിശ്വാസിയുടെ അയൽപക്കക്കാരനായാൽ കാവൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യരുടെ വീട് മാത്രമല്ല കാക്കുന്നത്, ആ മുഅ്മിനായ മനുഷ്യരുടെ ചുറ്റുമുള്ള അയൽപക്കക്കാർ അവർക്കും അല്ലാഹു തആല കാവൽ കൊടുക്കുന്നതാണ്. ഇനി കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, ആറാമത്തേത് നമ്മുടെ മക്കളൊക്കെ നന്നാവുമെന്ന് വലിയൊരു ഭാഗ്യമുണ്ട്. മക്കള് നന്നാവും. നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ മക്കളിൽ നന്മയുണ്ടാവും, അവരിൽ നന്മ വരും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി വഅഖ്ബി അഖ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ മക്കളെയും പിന്മുറക്കാരെയും അവരുടെ പിന്മുറക്കാരെയും അവരുടെ പിന്മുറക്കാരെയും അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആര് പറഞ്ഞു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ മുഖാതിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ മൻസൂർ രാജാവിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഖലീഫ മൻസൂർ ചോദിച്ചു മഹാനായ മുഖാതിൽ തങ്ങളോട്, മുഖാതിൽ എന്നവരെ എനിക്ക് വഅദ് പറഞ്ഞു തരൂ. ചോദിച്ചു, ബിമാ അഇദുക ബിമാ റഅയ്തു അം ബിമാ സമിഅതു. ഞാൻ കേട്ടത് പറഞ്ഞു തരണോ, ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഉപദേശിക്കണമോ? പറഞ്ഞു, കണ്ടതായിക്കോട്ടെ. പറഞ്ഞു, യാ മൻസൂർ, നിങ്ങൾക്കൊരു പാഠം പഠിക്കണോ? മക്കളെ എങ്ങനെയാണ് അല്ലാഹു കാക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഞാൻ 2 രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ആ 2 രാജാക്കന്മാരിൽ ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ട സൂക്ഷ്മതയുള്ള ആളാണ്, രണ്ടാമത്തെ ആൾ സൂക്ഷ്മതയില്ലാത്ത ആളാണ്. മക്കൾക്ക് 5 പൈസ പോലും എടുക്കാൻ ബാക്കി വരാതെ മരിച്ചുപോയ ഒരാളിന്റെ മക്കൾ അല്ലാഹു സമ്പത്ത് കൊടുത്തതും കോടിക്കണക്കിന് രൂപ സമ്പാദ്യമായി അനന്തരാവകാശം കിട്ടിയിട്ട് ആ മക്കള് പിന്നെ വാപ്പയുടെ മരണശേഷം റോഡരികിൽ യാചിച്ചു നടക്കുന്നതും എന്റെ കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. മറ്റാരുമല്ല, ഒന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖല്ലഫ 11 ബഹുമാനപ്പെട്ടവർക്ക് 11 മക്കളുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഉമർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഇങ്ങനെ ഒരു വീടിന്റെ അരികത്തൂടെ പോകുമ്പോ ഒരു ഉമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ മോളോട്, എണീക്ക് മോളെ, പാലിൽ വെള്ളം ചേർക്കുന്നു. ഓർമ്മയില്ലേ കഥ? സമുദായ സാഹിബിന്റെ വേളുണ്ട് അതല്ലേ, നല്ല രസമായിട്ട്. വെള്ളം ചേർക്ക് മോളെ. ഉമർ തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു ഉമ്മ? ഉമർ തങ്ങൾ കാണൂലല്ലോ. ഉമർ തങ്ങൾ ഇല്ലെങ്കിൽ എന്തേ അല്ലാഹു ഇല്ലേ ഉമ്മ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മോള് മദീനയ്ക്ക് മരുമകളായിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് ആ ഒരു തലമുറയിൽ വന്ന പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ 11 മക്കൾ മരിക്കുമ്പോ രാജാവായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ബാക്കി വെച്ചത് 18 ദീനാറാണ്. 18 ദീനാറ്. ആ 18 ദീനാർ 11 മക്കൾക്ക് ഓഹരി വെക്കാൻ കിട്ടിയിട്ടുണ്ടോ? അതും കിട്ടിയിട്ടില്ല. അതിൽ 5 ദീനാറ് കൊണ്ട് അവരുടെ കഫംപുടയാണ് വാങ്ങിച്ചത്. ബാക്കി വരുന്ന 4 ദീനാറ് കൊണ്ട് ഖബർ വാങ്ങിച്ചു. അങ്ങനെ 9 ദീനാറ് പോയി. ബാക്കിയുള്ള 9 ദീനാർ 18-ലെ 9 ബാക്കിയുണ്ട്. ആ 9 11 മക്കൾക്ക് ഓഹരി വെച്ചെടുക്കണം. അങ്ങനെ മക്കൾക്ക് ഒന്നൊന്നും സമ്പാദ്യം ബാക്കി വെക്കാതെ എല്ലാ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് കൊടുത്ത മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട മുത്തഖിയും വറഇന്റെയും ആള് മഹാനവറുകൾ. ഉലമാഇന്റെ ചർച്ച നടന്നിട്ടുണ്ട്. ആരാണ് മൻ സയ്യിദു സുഹാദ്? ആരാണ് സാഹിദീങ്ങളിൽ പ്രമുഖൻ? അല്ലാമ സുഫിയാൻ സൗരിയാണോ? അതല്ല, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അത്തതുഹു ദുനിയ വഹിയ റാഗിമ. പൈസ എമ്പാടും വന്നിട്ട് വേണ്ടാതെ വെച്ച് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ലാളിത്യം സൂക്ഷിച്ചിരുന്ന മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. 11 മക്കൾക്ക് ഓഹരി വെക്കാൻ കിട്ടിയത് എത്രയാ? 9 ദീനാർ. 11 ഒന്ന് വെച്ചെടുക്കാൻ പോലും കിട്ടൂല. ഞാൻ കണ്ടിട്ടുണ്ട്, ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനെ കണ്ടിട്ടുണ്ട്. ഇത് പറയുന്നത് മഹാനായ മുഖാതിൽ ഇബ്നു സുലൈമാൻ തങ്ങൾ. ആരോട്? ഖലീഫ മൻസൂർ രാജാവിനോട്. ഞാൻ കണ്ടിട്ടുണ്ട് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ഒരുപാട് മുസ്ലിമീങ്ങളുടെ സ്വത്തുകൾ പിടിച്ചു പറിച്ചിരുന്ന ആളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പ് ഭരണം നടത്തിയ ആളാണ്. അദ്ദേഹത്തിനുമുണ്ട് 11 മക്കൾ. ആ 11 മക്കളിൽ ഓരോ കുട്ടിക്കും ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മുൻഗാമി ഹിശാം ഇബ്നു അബ്ദുൽ മലിക്
മരിക്കുമ്പോ തന്റെ മക്കളിൽ ഓരോരുത്തർക്കും ബാക്കി വെച്ചത് മില്യൂന ദിർഹമൻ, 1,000,000 അൽഫ് ദിർഹം, 10 ലക്ഷം ദിർഹം ഓരോരുത്തർക്കും അനന്തരം കിട്ടിയിട്ടുണ്ട്. 11 മക്കളിൽ ഓരോരുത്തർക്കും 10 ലക്ഷം വീതം. അങ്ങനെ സമ്പത്ത് ബാക്കി വെച്ചു പോയ ആളാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. എന്നിട്ട് മുഖാതിൽ ഇബ്നു സുലൈമാൻ എന്ന ആലിം, മഹാനായ പണ്ഡിതൻ പറയുന്നത്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് 1 ദീനാർ പോലും എടുക്കാൻ കിട്ടാതെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇട്ടേച്ചു പോയ 11 മക്കളിൽ ഒരു കുട്ടി ഇസ്ലാമിന്റെ ഒരു ജിഹാദിന്റെ സമയം വന്നപ്പോ അൽഫറസിൻ 1000 കുതിരകളെ ഇസ്ലാമിന് വേണ്ടി സ്വതക്ക കൊടുത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആരാണ് ഈ കുട്ടി? വാപ്പയിൽ നിന്ന് 1 ദീനാർ പോലും അനന്തരമായി കിട്ടാൻ വകയില്ലാതെ മരിച്ചുപോയ ഒരു പിതാവിന്റെ പുത്രൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി, ഒരു മകൻ 1000 കുതിരകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ മില്യൺ 10 ലക്ഷം വീതം അനന്തരമെടുത്ത ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മക്കളിൽ യതകഫഫുന്നാസ്, അങ്ങാടികളിലൂടെ തെരുവുകളിലൂടെ തെണ്ടിയായി നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ കാരണം എന്നറിയോ? വാപ്പമാർ നന്നായപ്പോൾ മക്കളെ അല്ലാഹു സംരക്ഷിച്ചതാണ്. വാപ്പമാർ അല്ലാഹുവിനെ ഭയപ്പെട്ടപ്പോൾ മക്കളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തതാണ്. മക്കളുടെ വിഷയം അല്ലാഹു ഏറ്റെടുക്കും. നമ്മൾ നന്മ ചെയ്താൽ, നമ്മൾ അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ, ശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് അതാണ് പറയുന്നത്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ദഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക വമാ ഫഅൽതുഹു അൻ അംരി ذلك تأويل ما لم تستطع عليه صبرا. മൂസ നബിയെ, ഞാൻ ആ മതില് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ, ആ മതില് നേരെ വെക്കാൻ ഞാൻ പോയപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാണ് ഖിദർ നബിയെ ഈ മതിൽ നിങ്ങൾ നേരെയാക്കുന്നത്? വെറുതെ പൈസ വാങ്ങിച്ചുകൂടെ? നമ്മളെ വിശന്ന് നടക്കുകയല്ലേ, ഒരൽപ്പം ഭക്ഷണം വാങ്ങിക്കാനുള്ള കാശ് കിട്ടുമായിരുന്നില്ലേ? മൂസ നബിയെ, എന്നോട് ചോദിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മൂസ നബിയെ, നിങ്ങളെ അക്ഷമനാക്കി പിടിച്ചു നിർത്തിയ ആ വലിയ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട് കപ്പൽ പൊളിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ട് കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പറയുന്നത്, ആ നഗരത്തിലെ യതീമുകളായ 2 കുട്ടികൾക്ക് കിട്ടേണ്ട സ്വത്ത് ആ മതിലിന്റെ താഴെ ആരോ ഒരാൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ വാപ്പ അവർക്ക് വലുതായി വന്ന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള പൈസ, അന്ന് ബാങ്കുകളില്ല, അന്ന് ലോക്കറുകളില്ല, മറ്റ് സംവിധാനങ്ങളില്ല, കുഴിച്ചിട്ടിരിക്കുകയാണ് നിധി പോലെ. ഈ മതിലിന്റെ താഴെ ആ കുട്ടികൾക്ക് കിട്ടാനുള്ള സ്വത്ത് കിടക്കുന്നുണ്ട്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ, ഇവർക്കുള്ള ഒരു നിധിയുണ്ട്. എന്തേ കാരണം എന്നറിയുമോ? വകാന അബൂഹുമാ സാലിഹാ, ഇവരുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു. ഈ കുട്ടികളുടെ വാപ്പ നല്ല വാപ്പയായതുകൊണ്ട് ഫഅറാദ റബ്ബുക, അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്, അയ്യബ്ലുഗാ അശുദ്ദഹുമാ, ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തുകയും വയസ്തഖ്രിജാ കൻസഹുമാ, ആ നിധി അവർക്ക് തുറന്നെടുക്കാനും അവസരം അല്ലാഹു കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടാൽ അവർ എടുത്തുകൊണ്ടുപോയേനെ, അപഹരിച്ചു കൊണ്ടുപോയേനെ, മോഷണം ചെയ്തു പോയേനെ. അത് ചെയ്യാതിരിക്കാൻ വമാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാനായി തീരുമാനിച്ചു ചെയ്ത വിഷയമല്ല, എന്നോട് അല്ലാഹു ചെയ്യാൻ പറഞ്ഞതാണെന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം മൂസ നബിയോട് പറഞ്ഞു കൊടുക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ ചരിത്രമാണ്. ഇവിടെ വിഷയം ആ കുട്ടികളുടെ വാപ്പ സ്വാലിഹായിരുന്നു എന്ന ആയത്തിന്റെ വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണ്? ജദ്ദുഹുമസ്സാബിഅ്, ഈ 2 മക്കളുടെയും 7ാമത്തെ തലമുറയിൽ വന്ന ഉപ്പാപ്പ, പാപ്പയല്ല, പാപ്പയുടെ വാപ്പയുടെ, അവരുടെയും ഉപ്പ, അവരുടെയും ഉപ്പ, ഉപ്പയുടെ ഉപ്പ, അവരുടെയും ഉപ്പ, 7ാമത്തെ ഉപ്പാപ്പ ഒരു നല്ല
മനുഷ്യനായിരുന്നു. ആ 7ാം തലമുറയിൽ കഴിഞ്ഞുപോയ ഒരു മനുഷ്യന്റെ നന്മക്ക് പകരമായി 7 തലമുറകൾക്കപ്പുറം വന്ന പേരക്കുട്ടികളുടെ പേരക്കുട്ടികളാണ് യതീം കുട്ടികള്. അവർക്ക് ഈ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കാൻ കാരണം അവരുടെ 7ാമത്തെ വല്യാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് മാത്രമല്ല, മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുമായി 7 തലമുറകളോളം നിങ്ങളുടെ സമൂഹത്തിൽ നന്മ വരാൻ ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് കാരണമാകും. ഒരാൾ നന്നായാൽ 7 തലമുറപ്പുറത്തേക്ക് നന്മ വരുമെന്ന് പഠിപ്പിക്കാനാണ് സൂറത്തുൽ കഹ്ഫിൽ ഈ ഒരു മദിനിന്റെ ചരിത്രം അല്ലാഹു പറയുന്നത്. ജദ്ദുസ്സാബി 7ാമത്തെ ഉപ്പാപ്പയാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടായിരുന്നു നിസ്കാരം നീട്ടി നിസ്കരിച്ചിരുന്നത്, നിസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മകനോട് പറയും, മോനെ ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക, മോനെ നിന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ നിസ്കാരം ഇങ്ങനെ നീട്ടുന്നത്. റജാഅൻ നുഹ്ഫള ഫീക, നിന്റെ വിഷയത്തിൽ അല്ലാഹുവിലേക്ക് കാവൽ തരാൻ, നിന്നെ അല്ലാഹു രക്ഷിക്കാനും, നീ കാരണം ഒരു ഉപദ്രവവും എനിക്ക് വരാതിരിക്കാനും, നീ കാരണം ഒരു അപമാനവും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ നിസ്കാരം ദീർഘിപ്പിക്കുന്നുണ്ട് മോനെ. നീ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ആ ചെയ്യുന്നതെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബഈങ്ങളിൽ പ്രമുഖനാണ്. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിക്കുന്നത് മക്കൾ നന്നാവാൻ. എന്തോ ഒരു വലിയ അഭിമാനം. എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? മക്കൾക്ക് വേണ്ടി ലോൺ എടുക്കണം അല്ലേ? ആകെ ലോണാണ്. മക്കൾക്ക് വേണ്ടി ഇൻഷൂർ ചെയ്യണം. എന്ത് ഇൻഷൂർ? നിങ്ങളുടെ നിസ്കാരം നന്നായാൽ അള്ളാഹു നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുമല്ലോ. നിങ്ങൾ അള്ളാഹു ഭയപ്പെടുന്ന പോലെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മക്കളുടെ കാര്യം അള്ളാഹു നോക്കുമല്ലോ. എന്തിനാണ് പിന്നെ ഇൻഷൂർ? എന്തിനു വേണം അത്? എന്തിനാണ് ഈ തഅ്മീൻ? ലൈഫ് ഇൻഷുറൻസ് അല്ലേ? പച്ചയായ ഹറാമല്ലേ അത്? സംശയലേശമെന്ന് പറയാവുന്ന വിഷയമല്ലേ അത്? LIC പോളിസികൾ ഹറാമല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ ഹറാമായി അല്ലെ? പഠിക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്, വാഹനം ലോൺ എടുത്തിട്ട്, നമ്മുടെ വീടുകൾ ലോൺ എടുത്തിട്ട്, സ്ഥലം വാങ്ങിക്കുന്നത് ലോൺ എടുത്തിട്ട്, യാത്ര പോകുമ്പോൾ ട്രാവൽ ഇൻഷൂർ, ആകെ പലിശയുടെ ഉള്ളിൽ കുളിച്ച് നമ്മളങ്ങ് നശിച്ചു പോയില്ലേ? എങ്ങനെയാണ് സമൂഹത്തിൽ നന്മയുണ്ടാവുക? എങ്ങനെയാണ് നന്മയുണ്ടാവുക? ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. ഇൻഷൂറുകൾ ചെയ്തവര് ശരിക്കും മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അടച്ച പൈസ നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോ. 5 പൈസ പോലും വേറെ തരുന്നത് വാങ്ങിക്കേണ്ട. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയും വേണ്ട. നഷ്ടമാണെങ്കിൽ നഷ്ടം നിങ്ങൾ സഹിച്ചേക്കണം. പലിശ നമുക്ക് പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. LIC പോളിസികൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പോളിസികൾ, അവരുടെ വിദ്യാഭ്യാസത്തിനെടുക്കുന്ന പലിശ വായ്പകൾ പച്ചയായ ഹറാമല്ലേ? എങ്ങനെയാ പിന്നെ മക്കൾക്ക് ആ വിദ്യാഭ്യാസം ഉപകരിക്കുക? സർട്ടിഫിക്കറ്റ് കിട്ടിയത് വരും. ആ മക്കളിൽ നന്മയുണ്ടാകുമോ? അവരുടെ മക്കളിൽ നന്മയുണ്ടാകുമോ? നിങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ട് പറയാണ്, മോനെ എന്റെ നിസ്കാരം വളരെ പെട്ടെന്ന് ചുരുക്കി. സലാം വിട്ടാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, ഒരുപാട് നേരം ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത് അല്ലാഹു നിന്നെ സംരക്ഷിക്കാനാണ്, നിനക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കാനാണെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ ലയഹ്ഫദു ബിർറജുലി സ്സാലിഹി വവൽദ വൽദിഹി വദ്ദുവൈറാത്ത് അല്ലതി ഹൗല ഫമാ യസാലൂന ഫീ ഹിഫ്ദിൻ മിനല്ലാഹി വസിദ്രിൻ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മഹുല്ലാഹ് ഈ മഹാനാണ്. അദ്ദേഹം വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫ്ലാറ്റ് 10 ദിർഹമിനും 20 ദിർഹമിനും കൊടുക്കുന്ന കച്ചവടം നടക്കുന്ന കാലത്ത് ഒരു അറാബി വന്ന് 20 ദിർഹം കൊടുത്ത് 10 ദിർഹമിന്റെ ഫ്ലാറ്റ് എടുത്തിട്ട് പോയി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഓടിച്ചാടി നടന്ന് ഈ അറാബിയെ തേടി പിടിച്ചു. അറാബി അന്വേഷിച്ചു പിടിക്കുക. 10ന് 20 തന്നുപോയി ആള്. നമ്മളാണെങ്കിൽ കിടക്കട്ടെ എന്ന് പറയില്ലേ? 10 കയറി കിട്ടിയല്ലോ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മഹുല്ലാഹ് ഈ അറാബിയെ തെരഞ്ഞു നടന്നു. പിന്നാലെ നടന്നിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, യാ അറാബി, നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ 20ന്റെ ഫ്ലാറ്റ് നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ 10 നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഫ്ലാറ്റിന് തിരിച്ചു തന്നേക്ക്, നിങ്ങൾ ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചു. നിങ്ങൾ വാങ്ങിച്ചത് 10ന്റേതാണ്, നിങ്ങൾ 20 എനിക്ക് തന്നില്ലേ? അത് വേണ്ട, 10 അതിനുള്ളൂ, അതുകൊണ്ട് 10 നിങ്ങൾ തിരിച്ചു വാങ്ങിക്കണം. എന്നാ 10 തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ 10 തിരിച്ചു കൊടുത്തു.
മുഹമ്മദുൽ മുൻകദിർ തങ്ങൾ പോയപ്പോൾ അറാബി ചോദിച്ചു, മൻ ഹാദർ റജുൽ, ആരാണ് ഈ മനുഷ്യൻ, ആരാണ് ഈ പണ്ഡിതൻ? പറഞ്ഞു, മുഹമ്മദ് ഇബ്നുൽ മുൻകദിറാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് പറഞ്ഞപ്പോ അറാബി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ടാണ് മഴകൾ കിട്ടാത്ത വാദിയോരങ്ങളിൽ, മഴകൾ ലഭിക്കാത്ത മലയോരങ്ങളിൽ ഞങ്ങൾ പാർക്കുമ്പോ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത് ഈ സൂക്ഷ്മതയുള്ള മനുഷ്യൻ കാരണമായിരിക്കണം. ഇങ്ങനെയുള്ള മഹത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. വേണ്ട, അനാവശ്യമായത് നമുക്ക് വേണ്ട, നമ്മുടേതല്ലാത്തത് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്, ഇന്നല്ലാഹ ലയഹ്ഫദു ബിർറജുലി സ്വാലിഹി. സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകും. ആർക്ക്? വലദ, അവരുടെ മക്കൾക്ക്, വവൽദ വൽദി, അവരുടെ മക്കളുടെ മക്കൾക്കും, വജുവൈറാത്തിനതി ഹൗല, ആ മനുഷ്യന്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങൾക്കും ജീവജാലങ്ങൾക്കും വീടുകൾക്കുമൊക്കെ ഒരു നല്ല മനുഷ്യൻ അതിന്റെ പരിസരത്തെങ്ങാനും താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാരണം ചുറ്റും അല്ലാഹു സംരക്ഷണം കൊടുക്കും. വമാ യസാലൂന ഫീ ഹിഫ്ളിൻ മിനല്ലാഹി വസിതിരിൻ. അള്ളാഹുവിന്റെ കാവലിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുമായി ആ നഗരം, ആ പ്രദേശം ഒന്നാകെ അള്ളാഹു നിലനിർത്തുന്നത് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങൾ നമ്മുടെ പരിസരത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. അവരെ കൊണ്ടാണ് ഈ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാതിരിക്കുന്നത്. വലിയ അത്ഭുതമല്ലേ ഇത്? നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമാണ്. ഇനിയും ലഭിക്കാനുണ്ട്. 7ാമത്തെ ഫലം ബറകത്തുൽ ഔഖാത്ത്. സമയങ്ങളിൽ അള്ളാഹു ബറക്കത്ത് തരും. സമയത്തിൽ ബറക്കത്ത് തരും. കുറഞ്ഞു നേരം, പക്ഷെ ഒരുപാട് കാര്യം ചെയ്തു തീർക്കാൻ പറ്റും. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഹിജ്റ 606 മരിച്ചുപോയ മഹാൻ, മരിക്കുന്ന സമയത്ത് വയസ്സ് 63. തഫ്സീർ റാസിയുണ്ട്, അജായിബുൽ, ബഹുമാനപ്പെട്ട റാസി ഇമാമിന്റെ തഫ്സീർ എന്തായിരുന്നു? തഫ്സീറുൽ കബീർ. ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറുൽ കബീർ 200ഓളം കിതാബുകൾ വേറെയും രചിച്ച മഹാനാണ്. 30ഓളം വോള്യങ്ങളുള്ള ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ തഫ്സീർ 63 വയസ്സിനുള്ളിലെ 30 വോള്യങ്ങളുള്ള അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യമുള്ള ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യം. എവിടുന്നാ അതിനൊക്കെ സമയം കിട്ടിയത്? നമുക്ക് 2 പത്രം വായിക്കാൻ വയ്യല്ലേ? അപ്പോഴേക്ക് നേരം കഴിഞ്ഞു. നമ്മൾ പത്രം വായിച്ചിരുന്നോളെ, വായിക്കേണ്ടെന്ന് നമ്മൾ വായിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നതിനെ പറ്റി പറയില്ലേ? പത്രങ്ങൾ വായിച്ചാൽ മതി, വിശ്വസിക്കേണ്ട, അത് ഹക്കാന്ന് വിശ്വസിക്കേണ്ട. അത് തിരിച്ചും മറിച്ചും വായിച്ചിട്ട് ചർച്ചയും എന്തൊക്കെയാണ് വായിക്കേണ്ടത് നമ്മൾ വായിച്ചോ, പിന്നല്ലേ എഴുതുന്നത്. 30ഓളം വാള്യങ്ങളുള്ള തഫ്സീറിന്റെ വാള്യങ്ങൾ എഴുതിയ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. വേറെയും 200 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനാണ്, ഇറാനിന്റെ ഭാഗങ്ങളിൽ ജീവിച്ചുപോയ മഹാനാണ്. മഹാനായ ഇമാമുന നബി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഇമാം, ശാഫിഈ മദ്ഹബിന്റെ ഗതി പോലും നിയന്ത്രിച്ചിട്ടുള്ള മഹാൻ അല്ലാമ നബി റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോൾ വയസ്സ് 45 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. ഇമാമുന ശാഫിഈ, മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു തആല അൻഹു, യഹ്യ ഇബ്നു ശറഫ് റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാ ദിവസവും 12 ദർസുകൾ മശായിഖന്മാർക്ക് ഓതിക്കൊടുത്തിരുന്നവരാണ്. അങ്ങനെയാണ് കിതാബ് ഷെയ്ഖിന് ഓതിക്കൊടുക്കുക, ഷെയ്ഖ് അത് ശരിവെക്കുക. ഇമാമിന് ഷെയ്ഖ് അവറുകൾക്ക് ഓരോ ദിവസവും 12 ദർസുകൾ ഓതിക്കൊടുത്തിരുന്ന മഹാനായ ഇമാം നബി റളിയല്ലാഹു തആല അൻഹു രാത്രിയും പകലുമായി ഒരൊറ്റ നേരത്തെ ഭക്ഷണമുള്ളൂ, അത്താഴ നേരത്ത്. ബഹുമാനപ്പെട്ടവരുടെ കിതാബുകളെന്ന് നോക്കുമ്പോ ഓരോ ദിവസവും എഴുതുന്ന കിതാബുകളുടെ എണ്ണം നോക്കിയപ്പോ ഓരോ ദിവസവും മിനിമം 4 പേജുകൾ എഴുതിയിട്ടുണ്ട്. മഹാനായ നബി റളിയല്ലാഹു അൻഹു വായിച്ചത് വേറെ, പഠിച്ചത് വേറെ, ഉസ്താദുമാർക്ക് മശായിഖന്മാർക്ക് ഖിറാഅത്ത് ചെയ്തു കൊടുത്തത് വേറെ. അതിന്റെ ഒക്കെ അപ്പുറം ഈ 4 പേജുകൾ മിനിമം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഇടക്കൊന്ന് കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയ മഹാനാണ്. 45 വയസ്സിൽ മരിച്ചുപോയ ഇന്നും നമ്മൾ ഓർക്കുന്ന മഹാനായ നബി റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹുണ്ട്, ഫിഖഹിന്റെ കിതാബുകൾക്ക് ശറഹ് എഴുതിയ മഹാനായ നബി റളിയല്ലാഹു അൻഹു. ആയുസ്സിൽ അല്ലാഹു കൊടുത്ത ബറക്കത്താണ്. അല്ലാഹു ആയുസ്സിൽ ബറക്കത്ത് കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് എടുക്കുന്ന വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യമല്ലേ? മഹാനായ ഹാഫിദ് ഇബ്നു ദുനിയ എത്രയാണ്? 10 ലക്ഷം 10 ലക്ഷം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ. 10 ലക്ഷം പേജല്ലേ ഈ പറഞ്ഞത്? 10 ലക്ഷം കിതാബുകൾ. അല്ലാമ ഇബ്നു ദുനിയ.
മഹാനായ ഇബ്നു അസാകിർ തങ്ങൾ ബഹുമാനപ്പെട്ടവർ 1000 വോള്യമുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 1000 പേജുകളുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 80 മുജല്ലദുകളിലായി മഹാനായ ഇബ്നു അസാകിർ തങ്ങളുടെ ആയിരക്കണക്കിന് പേജ് വരുന്ന താരീഖുണ്ടവരുടെ ചരിത്ര ഗ്രന്ഥമുണ്ട്. മഹാനായ അബൂ മുഹമ്മദ് അലി ഇബ്നുൽ ഹസ്ം റളിയല്ലാഹു അൻഹു 400 വോള്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം? 80,000-ഓളം പേജുകൾ വരുന്നത്. 80,000-ഓളം പേജുകൾ വരുന്ന 400 വോള്യങ്ങൾ വരുന്ന ഗ്രന്ഥം എഴുതിയ അബൂ മുഹമ്മദ് അലി ഇബ്നുൽ ഹസ്ം റളിയല്ലാഹു അൻഹു 80,000 പേജുകൾ. അന്നത്തെ എഴുത്തുന്ന കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന പോലെ ഫാസ്റ്റ് ആണോ? മുഷിൽ കുത്തി എഴുതണ്ടേ? എങ്ങനെ ഇത് കഴിഞ്ഞു? അത്ഭുതമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു كان يصلي 300 ركعة 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു രാത്രിയിൽ കാന യഖ്തിമുൽ ഖത്മ ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നു. നമുക്കൊരു ഖുർആൻ ഖത്മ തീർക്കണമെങ്കിൽ മിനിമം 15 മണിക്കൂർ വേണ്ടി വരും, അല്ലെങ്കിൽ 10-12 മണിക്കൂർ വേണം. അതിന്റെയൊക്കെ സമയത്തിനിടക്ക് വളരെ ചിന്തയോടുകൂടെ ആലോചിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാൻ രാത്രികാലങ്ങളിലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ മഹാന്മാർക്ക് അവസരമുണ്ടായത്. അൽ ബറകത്തു ഫിൽ വഖ്തി, സമയത്തിൽ അല്ലാഹു കൊടുക്കുന്ന ബറക്കത്താണ്. സമയത്തിൽ ഒരു ബറക്കത്ത് കിട്ടണം. നമുക്ക് ഇല്ലാത്ത പോയ വിഷയം അതാണ്. ഇന്ന് എല്ലാവർക്കും തിരക്ക. റോഡിൽ കയറിയ മരണത്തിരക്ക്, ഒരു തിരക്കില്ലാത്തവരും തിരക്ക. റോഡിൽ കയറിയ സുബ്ഹാനല്ലാഹ്, എന്താ ഒരു പണിയില്ല, ഒരു പണിയും ചെയ്യാൻ നിന്നാലും തിരക്കന്നെയാണ്. വല്ലതും ചെയ്തിട്ടുണ്ടോവനെ? ഒരു പേജ് എഴുതി ഒരു കിതാബ് വായിച്ചോ എന്ന് നേരം വിളിച്ചിട്ട് ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ അത് തിരക്ക് ഒഴിവിട്ടണ്ടേ? ഇങ്ങനെ തിരക്കായത്. അന്ത്യനാൾ എടുക്കുമ്പോൾ ആളുകൾക്ക് സമയത്തിൽ നിന്ന് ബറക്കത്തിന് അല്ലാഹു കൊണ്ടുപോകുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബറക്കത്തുണ്ടാവില്ല. വെറുതെ പത്രവും മാസികയുമായിട്ട് സമയം കളയും. ഒരു കിതാബ് ഓതാൻ, ഒന്ന് ഖുർആൻ ഓതി നോക്കാൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു തഅലീഫ് ചെയ്യാൻ, ഇതിനൊന്നും നേരം ഉണ്ടാവില്ല എന്ന വെറുതെ സമയം കളയാണ്. അങ്ങനെ ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളുമായ മഹത്തുക്കൾക്ക് കൊടുത്തിട്ടുള്ള ഈ മഹത്വം, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. അതിനു വേണ്ടി അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ് അൽ ബറകത്തു ഫിൽ വഖ്തി, സമയത്തിൽ ബറക്കത്ത് കൊടുത്തു. എട്ടാമത് അല്ലാഹു നന്മക്ക് നൽകുന്ന പ്രതിഫലം യജ്അൽനഹു മഖ്റജാ, പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരും. പ്രശ്നങ്ങൾക്ക് റബ്ബ് പരിഹാരം തരും. വിഷമിക്കണ്ട, അല്ലാഹു പരിഹാരം തരും. എങ്ങനെയെന്നറിയോ? അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 യാത്രക്കാരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. 3 യാത്രക്കാരുടെ കഥ സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസല്ലയോ? ഒരു മാളത്തിന് ഉള്ളിൽപ്പെട്ടു പോയവർ, ഗുഹയുടെ മാളം അടഞ്ഞുപോയി, മഴ വന്ന് ഇരുട്ടുള്ള ഇടിമിന്നലുള്ള രാത്രിയിൽ പുറത്തു കടക്കാനാവാതെ വിഷമിച്ചപ്പോ അവരവരെ ചെയ്ത അമലുകളെ തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ആ പാറ നീക്കി കൊടുത്ത മഹത്തായ അത്ഭുതമുള്ള ചരിത്രം. തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരാൾ പറഞ്ഞ വിഷയം എന്താണ്? അല്ലാഹുവേ, എന്റെ ഉമ്മയും വാപ്പയും നോക്കിയിട്ടുണ്ട്. അല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും തിന്നുന്നതിന് മുമ്പ് ഞാനോ എന്റെ മക്കളോ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ ഉമ്മയും വാപ്പയെയും ഞാൻ അങ്ങനെ നോക്കിയതിന്റെ പകരം ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ. കല്ലുന്നത് ഒരൽപ്പം നീങ്ങി. സ്വഹീഹ് ബുഖാരി വന്ന ഹദീസല്ലേ? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരാൾ പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ അരികത്ത് ജോലിക്ക് നിന്നിരുന്ന ഒരാൾ അവന്റെ ശമ്പളം മേടിക്കാതെ പോയപ്പോ, അത് വാങ്ങിക്കാൻ തിരിച്ചു വരാതിരുന്നപ്പോ ഞാൻ അത് അയാൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. ആ സമ്പത്ത് ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നു. ഒരാട് വാങ്ങിച്ചു. ആട് 2ആയി 3ആയി 4ആയി. വർഷങ്ങൾ കഴിഞ്ഞവൻ തിരിച്ചു വന്നു. ഞാൻ ആ ജോലിയെടുത്ത 2 ദിവസത്തെ വേതനം വേണം. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന മലയോരങ്ങളിൽ കാണുന്ന ആടുകൾ മുഴുവനും നിന്റേത്. പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? 2 ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞു, 2 ദിവസത്തേത് തന്നെ. അത് നീ എന്റെ അടുത്ത് ബാക്കി വെച്ചത് നിനക്ക് വേണ്ടി ഞാൻ അതിനെ വളർത്തുകയായിരുന്നു. ഇന്ന് നീ കാണുന്ന ഈ മലയോരം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന അത്തിമ്പറ്റങ്ങൾ നിന്റെ 2 ദിവസത്തെ വേതനം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. കൊണ്ടുപോയിക്കോ. 2 നേരത്തെ 2 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഏതാനും ദിവസങ്ങളുടെ വേതനത്തിന് പകരമാണ് ആട്ടിൻപറ്റങ്ങളെ മുഴുവൻ. ആ മനുഷ്യൻ ഒരാട് പോലും ബാക്കി വെക്കാതെ ഇവയെ വളർത്തി
ബാക്കിയുണ്ടാക്കിയ മുതലാളിക്ക് നന്ദിക്ക് വേണ്ടിയെങ്കിലും ഒരാട് പോലും കൊടുക്കാതെ ഒന്നും ബാക്കി വെക്കാതെ ആയിരക്കണക്കിന് ആടുകളെ തെളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, ഞാനത് ചെയ്തത് നിന്റെ പ്രതിഫലം കിട്ടാനാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഒന്നുകൂടെ അകലുകയാണ് പാറ. മൂന്നാമത്തെ കഥ പറഞ്ഞു നബി തങ്ങൾ. സ്വന്തം അമ്മാവന്റെ മകൾ, സ്വന്തം ഉമ്മയുടെ സഹോദരന്റെ മകൾ, അവൾ സുന്ദരിയാണ്. അവളെ വ്യഭിചരിക്കാൻ അവസരം കിട്ടുന്ന അവസരം കാത്തിരിക്കുകയായിരുന്നു ഇവൻ. അമ്മാവന്റെ മകൾ അന്നൊരു കഷ്ടപ്പാട് വന്നപ്പോ ഇവൻ പൈസക്കാരനാണ്. അവൾ വന്ന് പൈസ ചോദിച്ചു. പറഞ്ഞു, നിനക്ക് ഞാൻ പൈസ തരാം, നിന്റെ ശരീരം എനിക്ക് വേണം. അവള് മനമില്ല മനസ്സോടുകൂടെ ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീരനുഭവിച്ച് വിഷമിച്ചപ്പോ, എന്നാൽ അല്ലാഹുവിനെ പേടിച്ച പെൺകുട്ടിയാണ് അവള്. നിവൃത്തിയില്ലാതെ നിവൃത്തികേടുകൊണ്ട് വ്യഭിചാരത്തിന് കടന്നുകൊടുത്തപ്പോ നിക്കാഹ് ചെയ്യാതെ ഈ പണി നീ ചെയ്യല്ലേ, ഭാര്യയുടെ മുമ്പിലല്ലാതെ ഭാര്യയോടല്ലാതെ നീ ഇത് ചെയ്യല്ലേ, നീ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോ, അല്ലാഹുവേ, ഞാൻ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, എനിക്കവിടെ അവസരമുണ്ട്, അവൾ കീഴൊടുങ്ങി തന്നിട്ടുണ്ട്, ഞാനത് ചെയ്യാത്തത് അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന വാക്കുപോ പറഞ്ഞപ്പോഴാണ് ആ ഗുഹാമുഖത്ത് നിന്നും 3 പേർക്കും പുറത്തിറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ ഗുഹാമുഖത്ത് അടഞ്ഞു പോയിരുന്ന പാറക്കല്ല് നീങ്ങിപ്പോയ ചരിത്രം സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം പോലെയുള്ള കിതാബുകൾ, ഇമാമിയങ്ങൾ അർത്ഥസംഖ്യക്കിടമില്ലാത്ത വിധം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരികയും നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അത്ഭുതമാണ് മുഅ്മിനെ, ഓർത്തു നോക്കണം, അത്ഭുതമാണ്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തആല നന്മ ചെയ്ത് ഇങ്ങനെ പ്രയാസങ്ങൾക്ക് പരിഹാരം തരുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ആയത്തിറങ്ങാനൊരു കാരണമുണ്ട്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനെ അന്ന് മുശ്രിക്കീങ്ങൾ ബന്ദിയായി പിടിച്ചു വെച്ചിരുന്നു. ബന്ദിയായി പിടിച്ചു വെച്ചു. ആരുടെ? സഹാബിയായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു മകൻ. ഉണ്ടാവില്ല കള്ളക്കേസിൽ കുടുങ്ങിയതൊക്കെ ആരൊക്കെയോ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടവർക്ക് മക്കൾക്ക് അല്ലാഹു മോചനം കൊടുക്കട്ടെ, ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് നബിയോട് വന്ന് വേവലാതി പറഞ്ഞു. നബിയോട് വന്ന് വേവലാതി പറഞ്ഞിട്ടുണ്ടാര്? ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. فذهب يشكو ذلك الى النبي صلى الله عليه وسلم. ആരോട് പരാതി പറഞ്ഞു? നബിയോട്. ارتكبت على الخطا غير حسر وعداد لك اشكو فيه يا سيدي خير النبي. ഈ ഒരു വരി ശിർക്കാണെന്ന് പറയുന്ന പച്ചസാധുക്കളോട് ഞാൻ പറയട്ടെ, ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വഅദദ്, യാതൊരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹ് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അമ്പിയാക്കൾക്ക് ഖൈറായി വന്നവരെ നബിയേ, ആ വിഷയത്തിൽ ഞാൻ അങ്ങയോട് എന്റെ വേവലാതി ബോധിപ്പിക്കട്ടെ. ലേഖ അഷ്കു, അങ്ങയോട് വേവലാതി പറയട്ടെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഏതാണ് ഇവിടെ ശിർക്ക് വന്നത്? നബിയോട് പുറത്തു തരാൻ ചോദിച്ചതാണോ? ഹബീബിനോട് പറയുന്നത് പരാതി പറയലല്ലേ? ലേഖ അഷ്കു, ഹദീസ് എന്താണ്? ഫദഹബ യഷ്കു ദാലിക ഇലൻ നബി, നബിയോട് പരാതി പറയാൻ പോയി. ആര്? ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഹബത്ത് ചെയ്തിട്ടില്ല, പിന്നെ എന്താ കുഴപ്പം? ഒറ്റടിക്ക് കേൾക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ എന്നാ പിന്നെ ഒരു തന്നെ ചൊല്ലണ്ടെന്ന് പറയും. എന്നാലും മുഅ്മിനീങ്ങളെ മനസ്സിലാക്കാൻ അവസരം അന്നൊരു പരിപാടി ഉണ്ടല്ലേ, 20-ാം തീയതി. അൽഹംദുലില്ലാഹ് പഠിക്കും. തൗഹീദൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വലിയ ചർച്ചാ വിഷയം. തൗഹീദ് ശിർക്ക്, തൗഹീദ് ശിർക്ക്. ഈ തൗഹീദ് എന്ന് പറഞ്ഞ സംഗതി അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, what used to enlight our hearts has become today the topic of നമ്മുടെ മനസ്സുകളിൽ കത്തിജ്വലിച്ചിരുന്ന ഒരു സാധനം തൗഹീദ്. നമ്മുടെ മനസ്സുകളിൽ പ്രകാശം തന്നിരുന്ന ഒരു സാധനം, ഖൽബിന് പ്രകാശം തന്നിരുന്ന തൗഹീദ് has become the subject of absolute philosophical debate.
what used to enlighten our hearts has become the subject of absolute philosophical debate. ഇന്നതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ആണ്, ഇന്നത് സംവാദമാണ്. സത്യത്തിൽ അത് കൽബിന്റെ ഉള്ളിൽ കിടക്കേണ്ട സംഗതിയാണ്. കൽബിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് സ്നേഹമായി വരേണ്ട സംഗതി. വെറുതെ വാക്കുകളിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ഇങ്ങനെ ഒരു അപകടം ഈ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാത്തവരെയും ഒക്കെ കാക്കുമാറാകട്ടെ. ഈ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും പ്രഭാഷണങ്ങളും എല്ലാവരും കേൾക്കാൻ തിരിഞ്ഞ പ്രശ്നമാണ്. നമുക്ക് മനസ്സിലാവില്ല ഏതാ ശരി ഏതാ തെറ്റ്. അതാണ് വിഷയം. നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയും വിവരവും ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ ഇത് കേൾക്കുക, അല്ലാത്തവരുടെ ഇത് കേട്ടാൽ ഫസാദായി പോകും, നമ്മുടെ അഖീദ മോശമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഓരോന്നും പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞുകൊണ്ടെന്നില്ല. നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത തീർന്നു. പിന്നെ അവരും അള്ളാഹു തമ്മിലാണ് നമ്മുടെ വിഷയം തീർന്നു. നമ്മൾ സാധാരണക്കാര് അതും പിടിച്ചിട്ട് ചർച്ച ചെയ്യരുത്. അനാവശ്യം ആദശിർക്ക് നിനക്ക് എന്തറിയും? എന്താണ് ഹദീസിന്റെ ദലാലത്തുകൾ എന്തൊക്കെയാണ്? ദലാലത്ത് ഖത്ഈ ഏതാണ്? ദലാലത്ത് ظنീ ഏതാണ്? അഹദായ ഹദീസിന്റെ വിധി എന്താണ്? മുതവാത്തിറിന്റെ വിധി എന്താണ്? ഇതൊന്നും എന്താണ് ഹസൻ, എന്താണ് ദഈഫ്, എന്താണ് മുൻഖതി, എന്താണ് മുർസലി, എന്താണ് മർഫൂഅ്, ഏതാണ് മഖ്തൂആയ ഹദീസ്? ഇതൊന്നും നമുക്കറിയില്ല. ഹദീസ് എന്ന് പറയും. എന്ത് ഹദീസ്? ഓരോന്നിനെ സംബന്ധിച്ച് ഫുഖഹായിന് കാഴ്ചപ്പാടുകളുണ്ട്. ഓരോന്നിന്റെ വിധി എങ്ങനെയാണ് അതിന് അർത്ഥം കൊടുക്കേണ്ടത്? അതൊക്കെ ആലിമീങ്ങൾ പറഞ്ഞേക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? സാധാരണക്കാർ റൂട്ടൊന്ന് ചർച്ച ചെയ്യല്ലേ, ദീൻ കൊണ്ട് കളിക്കല്ലേ. ഒരു എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ല. ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കാറില്ല, അല്ലേ? പിന്നെ ഇങ്ങനെ ദീൻ മാത്രം ഒന്നും പഠിക്കാത്തവർ ചർച്ച ചെയ്യാം. ഭയങ്കര ഗുരുതരമായ വിഷയമാണ്, ഗുരുതരമായ. ഈജിപ്തിൽ ഒരു ഇസ്ലാം അൽ ബഹൈരി എന്ന് പറഞ്ഞൊരു ചങ്ങാതി വന്നിട്ടുണ്ട്. ഈജിപ്തുകാരനാണ് ഇസ്ലാം അൽ ബഹൈരി. പേരൻ ഇസ്ലാം അൽ ബഹൈരി. മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളെ ചീത്ത പറയാൻ, അവരുടെ കയ്യും കാലും തലങ്ങും വിലങ്ങും വെട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് 100ഓളം എപ്പിസോഡുകൾ ഈജിപ്തിലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം ചർച്ച നടത്തി. പിന്നെ ആലിമീങ്ങൾ സംഭവം കാണുന്നത് തിരിച്ച് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഓരോന്നിനും ജാമിഉൽ അസ്ഹറിലെ ആലിമീങ്ങൾ, ഡോക്ടർ ഉസാമ അൽ അസ്ഹരിയെ പോലെയുള്ള ആളുകൾ, മഹാനായ ഷെയ്ഖ് അലി ജിഫ്രിയെ പോലെയുള്ള യമനിലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വലിയ ആലിം, ഇവരൊക്കെ ചെന്ന് ഫിഖ്ഹിന്റെ ഓരോ മസ്അലകളും എടുത്ത് ഇയാൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു പ്രചുവും ഇയാളുടെ വർത്തമാനം കേട്ടാലേ മദ്ഹബുകളൊക്കെ തെറ്റാണെന്നും അതാണ് ഇതാണ് പച്ചയായ അബദ്ധം പറയാൻ പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്? അയാള് ബാരിസ്റ്ററാണ്, ആരാണ്? അഡ്വക്കേറ്റാണ്. ദീൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കുറെ പുസ്തകം വായിച്ചു. ആ പുസ്തകങ്ങൾ ആരെഴുതിയതാ? ഓറിയന്റലിസ്റ്റുകാരൻ എഴുതി വിട്ട പുസ്തകങ്ങളാണ്. അതങ്ങോട്ട് വായിച്ചിട്ടാണ് അത് പറയാം. 100 എപ്പിസോഡ് തയ്ച്ചു. അപ്പോഴാണ് ഈജിപ്തിലാകെ പ്രശ്നമായത്. റബ്ബേ, ഇസ്ലാമിന്റെ അഖീദയായി വിളിച്ചതായി കളിക്കുന്നത് നമ്മുടെ മഹാന്മാരായ ഫുഖഹായിനെയാണ് ചീത്ത പറയണത്. മഹാനായ ഇമാമിന് ശാഫിഈ തങ്ങളും മാലിക് തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അബൂ ഹനീഫത്ത് നുഅ്മാൻ തങ്ങളൊക്കെ ചെയ്തത് വലിയ മഹാസേവനം ഒന്നുമല്ല എന്ന് നിസ്സാരമായി കാണുന്ന ഒരു അങ്ങാടി ചെക്കൻ ആ മനുഷ്യന്റെ വർത്തമാനമൊക്കെ കേട്ട് മറുപടി കേട്ടിട്ടില്ലെങ്കിൽ തോന്നിപ്പോകുന്നത് ശരി തന്നെയാണോ എന്ന്. ആലിമിങ്ങളുടെ പേര് അബൂ സറഅനൊക്കെ പറഞ്ഞു. അബൂ സറഅത്ത് റാസി അബൂ സറഅല്ല, അബൂ സുറഅത്ത് റാസിയാണ്. അതുപോലെ വായിച്ചങ്ങനെ പറയാണ്. ഇങ്ങനെ വായിച്ചു പറഞ്ഞ് ദീൻ നശിപ്പിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ആലിമീങ്ങളെ ശ്രദ്ധിച്ചോളി. മഹാന്മാരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട അസീസ് സാദിനെ പോലെയുള്ള മഹാനായ ശംസുൽ ഉലമയെ കാണുകയും അറിയുകയും നേരിട്ട് പഠിക്കുകയും ഒക്കെ അവസരം ലഭിച്ച മഹത്തുക്കളായ ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ നാടാണിത്. അവരിന്ന് പഠിക്കുന്നേ, അല്ലാതെ പുസ്തകം വായിച്ചവരെന്ന് പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്? ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും ചില സിദ്ധാന്തങ്ങളൊക്കെ. ബുദ്ധിക്ക് യോജിക്കും, പക്ഷെ ഷറയിൽ യോജിക്കൂല. അതാ വിഷയം. ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഷറഅ്. ബുദ്ധിക്ക് അനുസരിച്ചാണ് ഷറഅ് വരുമായിരുന്നതെങ്കിൽ ഹുഫമ തടവേണ്ടത് ഹുഫന്റെ അടിയിലാന്ന് പറയുന്ന, ഹുഫ തടവുന്ന ഹുഫന്റെ മേലെയാണ്. കാരണം അക്കലിനനുസരിച്ചല്ല ഷറഅ് വരിക. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നന്മ ചെയ്താൽ കിട്ടും നൽകുന്ന വലിയൊരു പ്രതിഫലം. യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പരാതി പറയാൻ വേണ്ടി വരിക. എന്താ പരാതി എന്നറിയോ? നബിയെ, എന്റെ പൊന്നുമോനെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ശത്രുക്കള്. എന്റെ പൊന്നുമോനെ തിരിച്ചു കിട്ടണം, എനിക്ക് പരിഹാരം കാണിച്ചു തരണം നബിയെ. യശ്കൂ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക, ഹബീബിനോട് പരാതി പറയാൻ വേണ്ടി വന്നു നബി നിങ്ങളുടെ മുമ്പിലേക്ക്. പിടിക്കപ്പെട്ടവരുണ്ടാവും, ജയിലിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. ഫൗസാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വസിയത്ത് ചെയ്തു, അൻ യുക്സിറ ഹുവ വംറഅതുഹു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി പറഞ്ഞു, ഔഫേ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലിക്കോളൂ. ജയിലിൽ കിടക്കുന്ന മകനെ രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. അതിന് നബി തങ്ങൾ കൊടുത്ത പരിഹാരം ദിക്റാണ് ലാ
റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയും സ്വന്തം പൊന്നുമോൻ മദീനയിൽ മക്കക്കാരുടെ കൂടെ ബന്ദിയായി കിടക്കുന്ന മകനെ രക്ഷപ്പെട്ടു കിട്ടാൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ചൊല്ലിയപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, നിഅമ മാ അമറക ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ദിക്ർ എന്തോ ഒരു നല്ല ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വസിയത്ത് അവർ ചെയ്തു. അപ്പോഴാണ് ഒരു രാത്രി ശത്രുക്കൾ മയങ്ങിക്കിടക്കുമ്പോ ആ മകൻ രക്ഷപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൊടുത്ത ദിക്റാണ്, ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ചൊല്ലി പെട്ടെന്ന് രാത്രി കാലിലെ ചങ്ങല ഇങ്ങനെ അഴിയുന്നുണ്ട്. മോൻ കാണാണത്, കാലിലെ ചങ്ങല അഴിയുന്നു. ചങ്ങല അഴിഞ്ഞ് ശത്രുക്കളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, ഒരു കുഴപ്പം കാണുന്നത് ചങ്ങല അഴിയാണ് രാത്രിയിൽ. എന്റെ വിഷയം എന്നറിയോ? ഉമ്മ വീടിന്റെ ഉള്ളിൽ കിടന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു കഴിവും ഏതൊരു സിദ്ധിയുമെല്ലാം അല്ലാഹു നൽകുന്ന കഴിവാണ്, അല്ലാഹു നൽകുന്ന ഹൗലാണ്, അല്ലാഹു നൽകുന്ന ഖുവത്താണ്. ഇത് ഉമ്മ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മോന്റെ കാലിൽ കിടക്കുന്ന ചങ്ങല താനെ അഴിയുകയാണ്. അഴിഞ്ഞു എന്ന് മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ 400ഓളം വരുന്ന ആട്ടിൻപറ്റമുണ്ട്. ആ 400 ആട്ടിൻപറ്റങ്ങൾ ശത്രുക്കളുടേതാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് അവരുടെ ബന്ദിയായി പിടിക്കപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർക്ക് കൊണ്ടുപോകാൻ അല്ലാഹു മുമ്പിലങ്ങ് എത്തിച്ചു കൊടുത്ത പോലെ ഒരു ആടിൻപറ്റത്തിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നപ്പോഴേക്കും 400 ആടുകളും അവരുടെ പിന്നാലെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ 400 ആടുകൾ രാത്രി ഉമ്മയുടെ വാതിൽക്ക് ചെന്ന് മുട്ടി നോക്കുമ്പോ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബിയും അവരുടെ ഭാര്യയും വാതിൽ തുറന്നു കൊടുത്തത് സ്വന്തം പൊന്നുമോന് വേണ്ടിയാണ്. ചോദിച്ചു, മോനെ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഉമ്മ എന്താണെന്നറിയില്ല, എന്റെ കാലിലെ ചങ്ങല താനെ അണിയുന്നത് ഞാൻ കണ്ടു. ഞാൻ വരുന്നത് എന്റെ കൂടെ 400 ആടുകളും വന്നിട്ടുണ്ട്. 400 ആടുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകുന്ന ഗനീമത്തായിരുന്നു അത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. വഫീഹി നസല ഖൗലുല്ലാഹ്, അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുന്ന സൂറത്തുൽ ത്വലാഖിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്ക് അല്ലാഹു തആല പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നൽകും. വമൻ യത്തഖില്ലാഹ, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് യജ്അൽ ലഹു മഖ്റജാ, അവരുടെ കടബാധ്യത വീടാനുള്ള വഴി അല്ലാഹു എത്തിച്ചു കൊടുക്കും. അവരുടെ മക്കളെ കെട്ടിക്കാനുണ്ട്, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. അവർക്കും ഒരു വീട് വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ജോലി വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുവിൻ, ഹറാമിന്റെ പൈസ എടുക്കാതിരിക്കുവിൻ, പലിശ ഏർപ്പാടുകൾ നിർത്തിവെക്കുവിൻ. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വരുമാനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിഹാരം റബ്ബ് തരാൻ പോകുന്നുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സുഹൃത്തുക്കളെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ജസാകുമുല്ലാഹ് ഖൈർ. എല്ലാവരും എന്ത് ചെയ്യാ, നമ്മുടെ സുഹൃത്തുക്കളെ, ഷമീമല്ലത്, ഖലീൽ, സലീലുണ്ട്, നമ്മുടെ ഉബൈദുള്ളണ്ട്. വളരെ 6-7 മാസം മുമ്പേറ്റ് കൊടുത്ത ഡേറ്റാണിത്. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൊണ്ട് ആയിട്ടല്ല, പക്ഷേ ഈ പരിപാടി നടത്തണം എന്നവർക്ക് ഭയങ്കര ആഗ്രഹം. അവരെ കൊണ്ട് ആവുന്നുണ്ടായിട്ടല്ല, അവർക്ക് അതിന് പൈസ ഇല്ലായിരുന്നു. പക്ഷെ അള്ളാഹു ഏതൊക്കെയോ വഴിക്ക് അവരുടെ നിയ്യത്ത് നന്നായതുകൊണ്ടാവണം വലിയ ഭാരമില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുടെ ഒക്കെ ദുആ കൊണ്ടായിരിക്കണം. അൽഹംദുലില്ലാഹ്. യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണേ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത്ര പറഞ്ഞ പോലെ നിങ്ങൾ കൊടുക്കൂലേ? പൈസ കൊടുക്കൂലേ? 5 രൂപ 10 രൂപ ഒഴിവാക്കി വിടുവോ? നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നതിൽ നല്ല സംഖ്യ കൊടുത്തേക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങളോടെ ഉണ്ട്, ഉസ്താദോടെ ഉണ്ട്, മറ്റു ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എളിമിന്റെ മജ്‌ലിസ് ഇവിടെ കൊടുക്കണം. ഈ കൂലി ഇനിയിപ്പോ നാളെ നിങ്ങൾ വിട്ടു പോയിട്ട് എഴുതി കൊടുത്താൽ കിട്ടൂല. അതുകൊണ്ട് നന്നായിട്ട് കണ്ടറിഞ്ഞ് കൊടുത്തു. നിങ്ങൾ പഠിച്ചോന്ന് അറിഞ്ഞാൽ മതി. ചില്ലറ പൈസ ഒക്കെ എടുത്താൽ ബാക്കിയുള്ളവരൊക്കെ അറിയും. ഒച്ചുണ്ടാവേ. അപ്പോ നല്ല നീയത്തിൽ കൊടുത്തേക്ക്. അല്ലാഹു ഖബൂലാക്കട്ടെ.
മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുള്ളാഹിയുണ്ട് സയ്യിദുൽ താബിഈൻ, താബിഈങ്ങളിൽ സയ്യിദാണ്, മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. സാഹിദുൽ അസ്ർ എന്നറിയപ്പെടുക ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിദാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഭാര്യ പറഞ്ഞതാണെന്ന്, ഇന്ന് ഗോതമ്പിന്റെ ഒരു പൊടിയില്ലല്ലോ, ഇവിടെ കുറച്ച് ഗോതമ്പ് വേണമല്ലോ. പറഞ്ഞു പൈസ ഉണ്ടോ ചോദിച്ചു. ആ 1 ദിർഹമുണ്ട്, നമ്മൾ ആ നെയ്ത് കൊടുത്തില്ലേ അതിന് 1 ദിർഹം കിട്ടിയിട്ടുണ്ട്, എന്നാ അത് താന്ന് പറഞ്ഞു. ആ 1 ദിർഹം എടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെ അങ്ങാടിയിലേക്ക് ഗോതമ്പ് പൊടി വാങ്ങാൻ വേണ്ടി പോവാ. ആര്? മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്തജാബ് ദഅവയായിരുന്നു, ദുആന് ഉത്തരമുള്ള മഹാനാണ്. അന്ന് അദ്ദേഹം വീട്ടിൽ വന്നു, സ്വന്തം ഭാര്യയുണ്ട്, എന്നും വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് സ്വീകരിക്കുന്ന പെണ്ണ് അന്ന് സ്വീകരിക്കണില്ല. നല്ല ഭാര്യയായിരുന്നു. വീടിന്റെ മുറ്റത്തെത്തി സലാം പറഞ്ഞാൽ സലാം അടക്കും, മുറ്റത്തെത്തുമ്പോൾ ദിക്ർ ചൊല്ലും, അപ്പൊ അവരും ദിക്ർ ചൊല്ലും, വാതിൽക്കെത്തിയാൽ തക്ബീർ ചൊല്ലും, അവരും തക്ബീർ ചൊല്ലും, പിന്നെ ഒരു അസ്സലാമു അലൈക്കും എന്ന സലാം അടക്കും. എന്നിട്ട് വാതിലൊക്കെ തുറന്ന് ഭർത്താവിനെ സ്വീകരിച്ച ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുന്ന വരവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തി സന്തോഷത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിരുന്ന ആ പെണ്ണ് ഒരു ദിവസം വന്നപ്പോ സലാമും അടക്കണില്ല, വാതിലും തുറക്കണില്ല, വീട്ടിൽ ലൈറ്റും കത്തിയിട്ടില്ല, അന്ന് അവര് വിളക്ക് കത്തിച്ചിട്ടില്ല. നോക്കുമ്പോ അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, താടിക്ക് കയ്യും കൊടുത്തിട്ട്, പെണ്ണെ നിനക്ക് എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ, ഒരു വേലക്കാരിയെ നമുക്ക് വേണമെന്ന് പറഞ്ഞ മുആവിയ തങ്ങൾ നിങ്ങൾക്ക് തരുമല്ലോ, നിങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ലേ. അപ്പൊ മനസ്സിലായി ഇവൾ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അതിനൊരു ദ്വാരുന്നു, പടച്ചവനെ എന്റെ പെണ്ണിനെ ആരാണോ പഴപ്പിച്ചത് അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കൊണ്ടുപോകണേ. 4 വീട് അപ്പുറത്തുണ്ട് ഒരു പെണ്ണ് പറയണ, ആരാപ്പ വിളക്കണച്ചത്? പറഞ്ഞു, വിളക്കണച്ചിട്ടില്ലല്ലോ പെണ്ണെ. നോക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച പോയതാ. മനസ്സിലായി ഇത് അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ ദുആയാണ്. കൈ പിടിച്ചു വന്നു, അബൂ മുസ്ലിം ഖൗലാനി എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം, കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്, നിങ്ങളാണല്ലേ എന്റെ പെണ്ണിനെ പഴപ്പിച്ചത്. എന്തിനായി കഷ്ടപ്പാടൊക്കെ? നിങ്ങളുടെ ഭർത്താവിന് നല്ല പൈസ കിട്ടുമല്ലോ, ഖലീഫയോട് ഒന്ന് ചോദിച്ചാ പോരെ? നാട്ടിലൊക്കെ അങ്ങനെ പറയില്ല, നിങ്ങൾ എന്തിനാ ഈ ശമ്പളം ഇല്ലാതെ ഇറങ്ങാറ? അറബിനോട് പറഞ്ഞാ പോരെ, മൂപ്പര് പേരുണ്ടാക്കി തരില്ലേ? അല്ലെങ്കിൽ മുതലാളിയോട് പറഞ്ഞാൽ പോരെ, അയാളോട് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് കുറെ MLA-മാരോ പരിചയമില്ല, ഈ പൊതുപ്രവർത്തകരുണ്ട്, എല്ലാരും വിചാരിക്കും ഓല കാര്യം ശരിക്കും, ഓല കാര്യം മഹാപോക്കായിരിക്കും, ഓർക്ക് പെരയുണ്ടാവില്ല, ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ കുട്ടികളെ, വളരെ വിഷമത്തിലായിരിക്കും എന്ന് വിചാരിക്കും. ഓർക്ക് ഭയങ്കര മന്ത്രി ഇപ്പൊ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ പാണക്കാട് താങ്കൾക്ക് വിളിച്ചാൽ അപ്പൊ തങ്ങളെത്തി, ഇങ്ങനെ ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. ഓല കാര്യമൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും നമ്മൾ വിചാരിക്കുക. ഇവിടെ വളരെ കഷ്ടപ്പാടിലായിരിക്കും, അവരൊന്നും ഉപയോഗപ്പെടുത്തൂല, അങ്ങനത്തെ അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ ഭാര്യയോട് ഈ പെണ്ണ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണെ, നിങ്ങൾ ഈ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മുആവിയ റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചാൽ ഉടനെ തരൂലേ നിങ്ങളുടെ ഭർത്താവിനെ? ഒന്ന് ചോദിക്കാൻ പറയും. അപ്പോഴാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന എന്റെ പെണ്ണിനെ മറ്റുള്ളവനിലേക്ക് കണ്ണുയർത്തി നോക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ പെണ്ണിനെ തകർത്തവരാരാണോ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കൊണ്ടുപോകണമേ എന്ന ഒരൊറ്റ നേരത്തെ പറഞ്ഞതേ കണ്ണിന്റെ കാഴ്ച പോയി പെണ്ണിന്റെ. അവൾ വന്നിട്ട് കാല് പിടിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞു, കാല് പിടിച്ചു എന്നല്ല, അതായത് അത്രയും ബഹുമാനപ്പെട്ടവരോട് താണുകേട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, അള്ളാഹുവേ കണ്ണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. കൈ പിടിച്ചു വന്ന പെണ്ണ് പിന്നെ കണ്ണ് കണ്ടിട്ട് തിരിച്ചു പോയതെന്ന്. അങ്ങനത്തെ മഹാന അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. കറാമത്തുണ്ടായിരുന്ന വലിയ മഹാന. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമാത്തുൽ വലി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തും അംബിയാഇന്റെ മുഅ്ജിസത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതാണ് നമ്മുടെ അഖീദ. ഇരിക്കട്ടെ, ആ അബൂ മുസ്ലിം അൽ ഖൗലാനിക്ക് ഭാര്യ എത്ര കൊടുത്തു പൈസ? 1 ദിർഹം. എന്തിനെ? ഗോതമ്പ് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങാടിയിൽ ചെന്നപ്പോഴേ ഒരാൾ വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിച്ചു വരുന്നത്, ആ 1 ദിർഹം അയാൾക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഓർമ്മ, റബ്ബേ, പെണ്ണ് ഗോതമ്പ് വാങ്ങിക്കാൻ തന്ന പൈസയാണുള്ളത്, അതും പോയി, ഇനി എന്ത് ചെയ്യും? 5 കാശ് കയ്യിലില്ല. അപ്പൊ കുറച്ച് വൈക്കോലും കുറച്ച് ഇലയും കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് കീസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിടക്കേണ്ട വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ ഭാര്യന്റെ കയ്യിൽ ഏൽപ്പിച്ചവിടെ വീട്ടുകാരെ ഇറക്കി വെച്ചിട്ട് അദ്ദേഹം വീട്ടിൽ നേരെ തിരിച്ചു പോന്നു. വൈകുന്നേരമായപ്പോ ഗോതമ്പ് റെഡിയാണ്, റൊട്ടി റെഡിയാണ്. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി ചോദിച്ചു, മിമ്മ ഹാദിഹി, എവിടുന്നാണ് ഈ ഗോതമ്പ് കിട്ടിയത്? നിങ്ങളാ കൊണ്ടുവന്ന കീസിൽ നിറയെ ഗോതമ്പായിരുന്നുവല്ലോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നീ വലിയവനാണ് പടച്ചവനെ, നീ സുബ്ഹാനല്ലാഹയാണ്, നിനക്കാണ് ഹംദ് റബ്ബേ. വൈക്കോലും മണ്ണുമായി ഞാൻ നിറച്ചു കൊണ്ടുപോയ ബാഗിൽ കിടക്കുന്ന മണ്ണ് എന്റെ ഭാര്യ
ഭാര്യ നോക്കുമ്പോഴേക്കും ഗോതമ്പാക്കി മാറ്റിക്കൊടുത്ത പടച്ചവനെ. അങ്ങനത്തെ കറാമത്തുകൾ ഉണ്ടായ മഹാനാണ് സയ്യിദു താബിഈങ്ങളുടെ നേതാവായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാഹ്. ഒരു വിഷമം വന്നപ്പോ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു തആല വഴി കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുകയാണ്. പ്രയാസപ്പെടണ്ട, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുന്ന ആളല്ലേ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. കടം വിടാൻ പറഞ്ഞ ദുആ ഉണ്ട്, അതൊന്ന് ചൊല്ലി നോക്കി. അതിൽ അസർ ഇങ്ങനെ കാണുന്ന اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങളിത് ചൊല്ലിയാൽ ഖല്ലല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക, നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തുതരും, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടുതരും. ഇത് ചൊല്ലി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആഴ്ചകളായില്ല തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്റെ കടങ്ങൾ എങ്ങനെയാണ് വിടുക എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ദിക്ർ ഞാൻ ചൊല്ലിയപ്പോൾ അല്ലാഹു എനിക്ക് വിട്ടുതന്നുവല്ലോ. ആ ദിക്റെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ, ജീവിതത്തിൽ അത്ഭുതം കാണും. അല്ലാത്ത അത്ഭുതമുള്ള ദിക്റാണ്. മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കൂ, അന്നക്കന്ന് അല്ലാഹു ഒരു പരിഹാരം കാണിച്ചു തരുന്ന. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. مجرب, അനുഭവിച്ചറിയാനുള്ള ദിക്റാണിതെന്ന അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വിട്ടുതരട്ടെ, അല്ലാഹു വിട്ടുതരട്ടെ, അല്ലാഹു നമുക്ക് വിട്ടുതരട്ടെ. ബറകാതും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് ഇറങ്ങി വരും. സജ്ജനങ്ങൾ ഉണ്ടാകുമ്പോ, നല്ല മനുഷ്യന്മാർ അല്ലാഹു പറഞ്ഞ പോലെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് ബറക്കത്ത് ഇറങ്ങി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولو أن أهل القرى ഒരു ഗ്രാമവാസികൾ പങ്കടമുഖർ എന്ന് പറഞ്ഞത് ഇതൊരു ഗ്രാമപ്രദേശമാണെന്നല്ലേ. മുഗറോ കമ്പാർ, അങ്കടി മുഗർ കമ്പാർ. നമ്മൾ വിചാരിക്കും ഉൾനാട് ഇവിടെ ആയിരിക്കും വലിയ ഫാഷനുള്ള ചെക്കന്മാരുണ്ടാവുക, ഭയങ്കര സ്റ്റൈൽ, ഹെയർ സ്റ്റൈലും ടാറ്റുവും അതുപോലെ ടീഷർട്ടും പാൻറ്റൊക്കെ പല പോലത്തെ, ഇതൊക്കെ ഈ ഉൾനാട്ടിലാണ്. നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ നല്ല പച്ചയായ നല്ല മക്കളായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഉള്ളും പുറമൊന്നുമില്ലല്ലോ, എല്ലാ നാടും ഇപ്പൊ എന്തായിട്ടുണ്ട്, സിറ്റികളായി മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. നല്ല മക്കൾ തന്നെയല്ലേ. പുതിയ ഇവിടെ ഒന്ന് പഠിച്ചിട്ട് പിന്നെ കുറച്ച് ഹെയർ, ഇവിടെ കുറച്ച് ഹമ്പ് പോലെയുള്ള ഹെയർ, നമുക്കങ്ങനെ പറ്റില്ല. ഒരു ഭാഗം ഷേവ് ചെയ്തിട്ട് മറ്റു ഭാഗം മുടി നിർത്തുക, ആ പരിപാടി പറ്റൂല. ഈവൻ എല്ലായിടത്തും ഒരേപോലെ വെട്ടണം എന്നാ. മുടി എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു ഭാഗം ഷേവ് ചെയ്യുക, പിന്നെ കുറെ ഇങ്ങോട്ട് കുറെ ഹിപ്പികളായിട്ട് കുറെ കോലത്തിൽ അങ്ങനെയൊക്കെ കാണും ചെറുപ്പക്കാരൻ. ചെയ്തു പോകല്ലേ, തലയിൽ ഹറാമിന്റെ കുറ്റം. അത് ആ മുടി വലുതായി ആ പഴയ മുടിന്റെ അത്ര എത്തണവരെ കുറ്റം ഉണ്ടാവും ഓരോ സെക്കൻഡും. എന്തിനാ അതൊക്കെ വാങ്ങിച്ചെടുക്കണം? ഒന്നുകിലും മുട്ട അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. എല്ലായിടത്തും ഒരേപോലെ വെട്ടിക്കണം, മുടി ഒരേപോലെ ആവണം. അതാണ് നബി തങ്ങളുടെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറകാത്തും മിനസ് സമാ, ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾ നന്നായാൽ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, ഒരു ഗ്രാമവാസികൾക്ക് ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു അവരെ പറ്റി മദീനക്കാരെ എന്നാ പറയാ. അവരെ പറ്റി ഗ്രാമം ഖുറാ എന്ന് പറയില്ല, പിന്നെ മദീന എന്നാ പറയാ. അത് ഖുർആനിന്റെ ലഫ്ളുകളിൽ ഒരു ഇജാസിൽപ്പെട്ടതാണ്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ, وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين واضرب لهم أصحاب القرية. ഗ്രാമക്കാരെ പറ്റി പറഞ്ഞു കൊടുക്കും നബിയെ. അന്താകിയക്കാരെ കുറിച്ച് അവരിലേക്ക് അല്ലാഹുവിന്റെ 3 ദൂതന്മാർ ചെന്ന കഥ പറഞ്ഞു കൊടുക്കും. സൂറത്ത് യാസീൻ. അസ്ഹാബൽ ഖറിയ, അത് ഗ്രാമമാണ്. അതില് ഹബീബ് നജ്ജാർ എന്ന മഹാനായ അല്ലാഹുവിന്റെ വലിയ മുസ്ലിമായ അല്ലാഹുവിന്റെ നബിമാരെ അംഗീകരിച്ച് ഒരു മുഅ്മിൻ ഉണ്ടായപ്പോഴേക്കും അല്ലാഹു പറഞ്ഞെന്താണ്, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, മദീനയുടെ നഗരത്തിന്റെ അറ്റത്ത് നിന്നും ഒരാൾ വന്നു. ഖറിയ ഗ്രാമമില്ല, നഗരമായി. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവുമ്പോ ഖറിയ എന്ന് പറയാം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും വന്നാൽ അള്ളാഹു ഗ്രാമം എന്ന് മാറ്റി പിന്നെ നഗരം എന്നാ പറയാ. മദീന എന്നാ വിളിക്കുക. അള്ളാഹു ഗ്രാമം എന്നായിരിക്കും ഉദ്ദേശം, പക്ഷെ അള്ളാഹു മദീന എന്നാ വിളിക്കാം. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾ ആമനു വത്തഖൗ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും. വിശ്വസിക്കാത്തവരെ പറ്റി പറയുന്നത്, അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്തിന് സ്വർഗം എന്ന് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത് ഒരു മുസ്ലിം ഇല്ലാത്ത നാടിന്റെ സ്വർഗം എന്ന് പേരിട്ട്.
പറഞ്ഞാലേ ഹമീദ് വയസ്സ് പറഞ്ഞാൽ ശരിയെന്നേക്കൂലേ സാറേ? ജന്നത്തുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗം തന്നെയാണല്ലോ ദുന്യാവ്. അദ്ദുന്യ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. അപ്പോ ഈമാൻ ഇല്ലാത്തൊരു സമൂഹത്തിന് ഈമാൻ കിട്ടിയാൽ, അതുകൊണ്ടാണ് ഈമാൻ ഇല്ലാത്തൊരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് നാം ഇറക്കി കൊടുക്കും. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതമുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഗോതമ്പിന്റെ മണികൾ സൂക്ഷിക്കുന്ന ഗ്രൈനറി ഉണ്ട്. ആ ഗ്രൈനറിയിൽ ഞാൻ ചെന്ന് നോക്കുമ്പോ ഗോതമ്പിന്റെ ചില മണികൾ കാരക്കയുടെ കുരുവിനോളം വലുപ്പമുള്ള ഗോതമ്പ് മണികൾ കണ്ടിട്ടുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാരക്കയുടെ കുരുണ്ടല്ലോ, അത് ഗോതമ്പ് ഏകദേശം ഒരു ഷേപ്പാണല്ലോ, അത്ര വലുപ്പമുള്ള ഗോതമ്പിന്റെ ധാന്യമണികൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അൽ ഹബ്ബത്തു ബിഖദ്രി നവാതി തംർ. അങ്ങനെ നോക്കുമ്പോൾ ആ ഗോതമ്പുള്ള കീസിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, കാന ഹാദാ യംബുതു ഫീ സമാനിൽ അദ്ലി, നീതി നടക്കുന്ന കാലഘട്ടത്തുണ്ടായ ഗോതമ്പാണിത്, നീതി നടന്നിരുന്ന കാലത്തുണ്ടായ ഗോതമ്പാണിത്. നോക്കുമ്പോൾ മറ്റാരുമല്ല മഹാനായ ഖലീഫ അൽ മുജദ്ദിദായ ഇമാം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന കാലത്ത് ഗോതമ്പിന്റെ വലിപ്പം കാരക്കയുടെ കുരുവിനോളം. വലിയ അത്ഭുതം വേറെയുണ്ട്. മഹാനായ മൂസ ഇബ്നു അയ്യൂൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ആടുകളെ ഞങ്ങൾ മേച്ചിരുന്നത് ചെന്നായ്കളുടെ കൂടെയാണ്, ചെന്നായ്കളുടെ കൂടെ. വകാനത്തിൽ വുഹൂശു വൽനിആബു തർആ ഫീ മകാനിൻ വാഹിദിൻ, കാട്ടിലെ ഹിംസ്രജീവികളും കാട്ടുജീവികളും ഞങ്ങളുടെ ആടുകളും ഒരു സ്ഥലത്ത് മേഞ്ഞു നിൽക്കുമായിരുന്നു. ആരും ആരെയും കയറി പിടിക്കൂല, ആരും ആരെയും ആക്രമിക്കൂല, ആട്ടിടേന് പേടിക്കേണ്ട ആവശ്യമില്ല. സിംഹങ്ങളും അതുപോലെ പുലികളുമൊക്കെ അവരുടെ സ്വൈരവിഹാരം നടത്തുന്നുണ്ട്, ഞങ്ങളുടെ ആടുകളെ തൊടില്ല. അങ്ങനെ ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നൊരിക്കൽ ഞങ്ങൾ രാത്രി കടന്നുറങ്ങിയപ്പോൾ ഇത് ഒരു ചെന്നായ ഞങ്ങളുടെ ഒരാടിനെ പിടിക്കാൻ വേണ്ടി വന്നു. കാലങ്ങളോളം അത് സംഭവിച്ചിട്ടില്ല. ഒരു രാത്രി ഒരു ചെന്നായ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞു, മൂസ ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പറഞ്ഞു, മാ നറ റജുല സ്വാലിഹ ഇല്ലാ ഹലക, ആ നല്ല മനുഷ്യൻ മരിച്ചു കാണും, ആ നല്ല മനുഷ്യൻ ഇന്ന് മരിച്ചു കാണും. നോക്കുമ്പോൾ ആ രാത്രിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ, അങ്ങനെ ആ മരണപ്പെട്ട ആ രാത്രി അന്ന് തന്നെ ചെന്നായികൾ ആടുകളെ പിടിക്കാൻ തുടങ്ങി. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് പേടി വന്നിട്ടില്ല. എന്തേ ഈ വിഷയമെന്നറിയുമോ? ബറകാതിൻ മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്ത് അല്ലാഹു ഇറക്കി തരും. ഇത് മുഅ്മിനായ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ ആ ഒരു സാമീപ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മൻ തറക ലില്ലാഹി